കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജെസിയുടെ വസതിയും കുഴിമാടവും കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത സന്ദർശിച്ചു. വയനാട് മേപ്പാടി പുത്തുമല സ്വദേശിനി കുരിശിങ്കൽ ജെസി കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവരുടെ വസതി കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് സന്ദർശിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അദ്ദേഹം ജെസിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം ജെസിയുടെ കുഴിമാടം സന്ദർശിക്കുകയും പരേതയുടെ ആത്മാവിനായി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കോഴിക്കോട് അതിരൂപതയുടെ വകയായി 2 ലക്ഷം രൂപയുടെ ധനസഹായം മെത്രാപ്പൊലീത്ത കുടുംബത്തിന് കൈമാറി. വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൽ അദ്ദേഹം ആഴമായ ദുഃഖവും ആശങ്കയും രേഖപ്പെടുത്തി. ഒരു ജീവനും നശിക്കുവാൻ ഇടവരരുത്. അതിനുള്ള സംവിധാനങ്ങൾ എന്ത് വില കൊടുത്തും ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നാണ് പ്രത്യേകമായിട്ട് ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്. സാധാരണ നടക്കുന്നത് ഇതാണ്, എന്തെങ്കിലും ഒന്ന് നടന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും ബഹളം കൂട്ടും. പിന്നെ ആ ബഹളം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആരും ഇതിനു വേണ്ടി മുന്നോട്ട് വരെയില്ല, ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ ഈ പുതിയ UDF ഗവൺമെൻറ്റെങ്കിലും പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ഈ കുടുംബത്തിലെ 3 മക്കളുണ്ട്. അവർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായി തീരും എന്ന്. വയനാട് ഫെറോന വികാരി ഫാദർ ജോൺസൺ അവരേവ്, മേപ്പാടി മൂപ്പനാട് സെന്റ് ജോസഫ് വികാരി ഫാദർ സണ്ണി പടിഞ്ഞാറാട്, കോഴിക്കോട് അതിരൂപത മീഡിയ ഡയറക്ടർ ഫാദർ സൈമൺ പീറ്റർ, കോഴിക്കോട് ഫെറോന സെക്രട്ടറി ഫാദർ ജെറാൾഡ്, കോൺഗ്രസ് നേതാവ് ND അപ്പച്ചൻ, ഫാദർ മിൽട്ടൺ ജേക്കബ്, ഫാദർ ഡാനി ജോസഫ്, കർമ്മലീത്ത ഫാദേഴ്സ്, MMIC ഫാദേഴ്സ് എന്നിവർ മെത്രാപ്പൊലീത്തയുടെ സന്ദർശന വേളയിൽ കൂടെയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഭർത്താവ് ഷാജിയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ മേപ്പാടിക്ക് സമീപം കല്ലാടി ചൂണ്ടിയിൽ വെച്ചായിരുന്നു ജെസിയെ കാട്ടാന ആക്രമിച്ചത്. സംഭവ സ്ഥലത്തു വെച്ച് തന്നെ ജെസി മരണപ്പെടുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഭർത്താവ് ഷാജി മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. രാവിലെ 6:30 ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ആന ഉപദ്രവിച്ച് മരിക്കുന്നത്. സങ്കടകരമായ, വിഷമകരമായ ഒരു മരണം എന്ന് പറയും. വനം വകുപ്പ് കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്.